കാലിൽ പ്ലാസ്റ്റർ ഇട്ട് നൃത്തവേദിയിൽ നിറഞ്ഞാടിയ ഒരു മിടുക്കിയുണ്ട്. സ്റ്റേജിൽ കയറിയാൽ പിന്നെ എന്ത് വേദന എന്നാണ് കോഴിക്കോടുകാരി നേഹ പറയുന്നത്. അപ്രതീക്ഷിതമായാണ് നേഹയുടെ കാലിന് അപകടമുണ്ടായത്. പക്ഷേ അതൊന്നും ഈ 11ാം ക്ലാസ്സുകാരിയുടെ നൃത്തച്ചുവടുകൾക്ക് തടസ്സമായേയില്ല. കുച്ചിപ്പിടിയും സംഘനൃത്തവുമെല്ലാം കൊല്ലത്തെ കലോത്സവ വേദികളിൽ ആടിത്തിമിർക്കുകയായിരുന്നു നേഹ. കഴിഞ്ഞ തവണ CBSE കലോത്സവത്തിന് തൊട്ടുമുമ്പാണ് കാലിൽ അപകടമുണ്ടായത്. ഡോക്ടർ പൂർണ്ണ വിശ്രമം ആവശ്യപ്പെട്ടിട്ടും നേഹ എന്ന കലോത്സവ വേദിയിൽ എത്തി. ഇത്തവണ കലോത്സവത്തിനായി ഒരുങ്ങുന്നതിനിടെ വീണ്ടും അതേ കാലിൽ അപകടം. എന്നാൽ വേദിയിൽ കാലെടുത്ത് വെച്ചാൽ വേദന അറിയില്ലെന്നാണ് നേഹയുടെ പക്ഷം. 3 വയസ്സ് മുതൽ പഠിക്കുന്നതാണ്. അപ്പോൾ അത്രയും കാലത്തൊരു ആഗ്രഹം അങ്ങനെ ഞാൻ കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. പിന്നെ ഈ കാല് പ്രശ്നം വന്നപ്പോൾ ആദ്യം ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, ഒരു ഗ്യാപ്പൊക്കെ എടുത്തിട്ടൊക്കെ മതി എന്ന് പറഞ്ഞു. പക്ഷേ കിട്ടുന്നത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും പിന്നെ അങ്ങനെ കളയാൻ തോന്നിയില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ചാണ് വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള നേഹയുടെ വേദന മറന്നുള്ള നടത്തം. നേഹയുടെ നൃത്തത്തിനോടുള്ള സ്നേഹം അവർക്ക് നന്നായി അറിയാം. ഡാൻസിന് വേണ്ടിയിട്ട് അവൾ എന്തും മാറ്റിവെക്കും. എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ്സ് വേറെ ഉണ്ടോ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവൾ ഡാൻസിന് വേണ്ടി നിൽക്കും. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ കാണുമ്പോൾ നമുക്ക് വേണ്ടാന്ന് പറയാൻ തോന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് വേണ്ട പറയാൻ തോന്നില്ല. സ്റ്റേറ്റ് കലോത്സവം വരെ അവൾ കളിക്കുന്നത് ഞാൻ നേരിട്ട് പോയി നിന്ന് കാണില്ല, പേടിയായിട്ട്. അവിടെ വെച്ച് നിന്ന് പോവോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ്. പിന്നെ ലാസ്റ്റ് എടുത്തുകൊണ്ട് വരണയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അവളുടെ ഹാർഡ് വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ തോന്നില്ല, അതാണ്. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ട് അവൾക്ക് ചെയ്യാൻ. പിന്നെ അതുപോലെ ഡോക്ടേഴ്സ് സപ്പോർട്ടീവായിരുന്നു. കല ഇങ്ങനെയാണ്, അത് എല്ലാത്തിനെയും മറികടക്കും. കഴിഞ്ഞ 2 വർഷമായി നേഹ തെളിയിക്കുന്നതും അതാണ്. പ്രമോദ് പന്നിയോടിനൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.